ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ബാലഗ്രാമിലെ കർഷകനായ ശ്രീ അബ്ദുൾ റഹ്മാൻ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ER അനുരാജ്. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കരുണാപുരം പഞ്ചായത്തിലെ ബാലഗ്രാം എന്ന കാർഷിക ഗ്രാമത്തിലാണ്. 2014 കരുണാപുരം പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയ അബ്ദുൾ റഹ്മാനാണ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നു? ഞാൻ ഒരു 20 വർഷമായിട്ട് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. ചെറുപ്പം മുതൽ തന്നെ കൃഷിയോട് താല്പര്യവും കൃഷിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫാദർ പഠിപ്പിച്ച് തന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഒരു കാർഷിക കുടുംബത്തിലെ അംഗമാണല്ലോ. അപ്പോൾ ഏതൊക്കെ വിളകളാണ് അന്നുണ്ടായിരുന്നത്, താങ്കളുടെ ചെറുപ്പകാലത്ത് കൃഷിയിടത്തിലുണ്ടായിരുന്നത്? അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ വാപ്പായുടെയൊക്കെ കാലഘട്ടത്തിൽ കുരുമുളകും കാപ്പിയും മാത്രമേ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് വാഴയും കപ്പയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് വന്നത്. ഇപ്പോൾ നിലവിൽ ഏലം, കാപ്പി, കുരുമുളക്, വാഴ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ എല്ലാത്തരം ഇതും എൻ്റെ കൃഷിയിടത്തിലുണ്ട്. എത്ര ഏക്കറിലാണ് കൃഷി? അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന വിള ഏതാണ്? നിലവിൽ 1 ഏക്കറിനകത്താണ് സമ്മിശ്ര കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ 1.5 ഏക്കർ സ്ഥലത്തോളം പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അതിൽ മുഴുവൻ ഏലം നട്ടിരിക്കുകയാണ്. ഏതിനം ഏലമാണ് കൃഷി ചെയ്യുന്നത്? അതിൻ്റെ കൃഷി രീതികളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഏലത്തിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട്. അതിൽ മികച്ചത് ഞെള്ളാനി എന്ന് പറയുന്ന, പഴയ ഒറ്റച്ചിമ്പൻ എന്ന് പറയുന്ന ഞെള്ളാനി എന്ന് പറയുന്ന ഇനത്തിൽ പെട്ട ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ്? ഏത് മാസമാണ് അതിൻ്റെ കൃഷി ആരംഭിക്കുന്നത്? അതേക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? സാധാരണ ജൂൺ മാസങ്ങളിലാണ് നമ്മൾ ഈ ഏലത്തിൻ്റെ തട്ട വെച്ച് കൊടുക്കുന്നത്. തട്ട വെച്ചിട്ട് പിന്നീട് ഉള്ള ആ മഴക്കാലങ്ങളിൽ അതിനകത്ത് ചിമ്പ് വളരുകയും ഒരു 1.5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ നിന്ന് ശരം പൊട്ടുകയും പിന്നീട് പൂത്ത് കായുണ്ടാകുകയും ചെയ്യും. ഏലമല്ലാതെ മറ്റെന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്? കുരുമുളകുണ്ട്, കാപ്പിയുണ്ട്, വാഴയുണ്ട്, പച്ചക്കറികൾ, എല്ലാത്തരം പച്ചക്കറികളും ഉണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്. കുരുമുളക് കൃഷി അന്യം നിൽക്കുവാണെന്ന് പറയുന്നു കർഷകർ. കാരണം പലവിധ രോഗങ്ങൾ, കണ്ണീറങ്ങൾ പോലുള്ള രോഗങ്ങൾ മൂലം കുരുമുളക് നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ താങ്ങുകാലുകൾക്ക് രോഗം ബാധിക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതിസന്ധി താങ്കളുടെ അനുഭവത്തിലുണ്ടോ? ഒരു 2 വർഷം മുമ്പ് വരെ കുരുമുളക് കൃഷി ചെയ്യുന്ന താങ്ങുകാലികളെല്ലാം താഴെ പോവുകയും പെട്ടെന്ന് കേടുവരികയും ചെയ്യുമായിരുന്നു. കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയല്ലായിരുന്നു 2 വർഷം മുമ്പ് വരെ. ഇപ്പോൾ നിലവിൽ കുരുമുളക് ഏറ്റവും നല്ലപോലെ ഹൈ റേഞ്ചിൽ വളരുന്നുണ്ട്. അത് ഇടവിളയായിട്ട് ഏലത്തിൻ്റെ ഇടയിലായിട്ട് നടുന്ന കുരുമുളക് വള്ളികൾ ഒരു കാരണവശാലും അത് പോവുകയില്ല. അത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. കിഴങ്ങ് വിളകൾ ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? കപ്പയുണ്ട്, മറ്റ് ചെറിയ കിഴങ്ങുകൾ, കൂർക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കപ്പ കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണ്? ഇപ്പോൾ നിലവിൽ കാട്ടുപന്നി ശല്യമുള്ള ഒരു മേഖലയാണ് ഇതെന്ന് അറിയാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള ഏതൊക്കെ പ്രതിസന്ധികളാണുള്ളത്? തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. കാട്ടുപന്നി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 3 വർഷം മുമ്പ് വരെ ഇവിടെ കാച്ചിൽ, ചേമ്പ്, ചേന അങ്ങനെയുള്ള എല്ലാവിധ കൃഷികളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. 3 വർഷം മുമ്പ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഈ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടാകുകയും അത് വളരെയേറെ നമ്മുടെ കൃഷിയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷിക്കാർ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാട്ടുപന്നിക്കെതിരായിട്ട് എന്തെങ്കിലും ഗവൺമെൻറ് തലത്തിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ കൃഷിക്കാർ മുമ്പോട്ട് പോവുകയുള്ളൂ. കരുണാപുരത്തെ ഫാർമേഴ്സ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്
ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കർഷക സംഘടനയുടെ സെക്രട്ടറി കൂടിയാണല്ലോ താങ്കൾ. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കരുണാപുരം പഞ്ചായത്തിലെ മികച്ച കർഷകരെ 17 വാർഡുകളിൽ നിന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 10 കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് FIG ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കൃഷിഭവൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. കൃഷിക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണിത്. അത്യാവശ്യം വളങ്ങളും സീഡുകളും മറ്റ് സാധനങ്ങളും ഒക്കെ തരുന്നത് കൃഷിഭവൻ മുഖാന്തരമാണ് ഈ FIG ഗ്രൂപ്പിന് തരാറുണ്ട്. FIG ഗ്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ട്? നിലവിൽ 10 പേരാണ് ഒരു FIG ഗ്രൂപ്പിലുള്ളത്. അത് കേരളത്തിലെ എല്ലാ കൃഷിഭവനിലും FIG ഗ്രൂപ്പിൽ 10 മികച്ച കർഷകരെ വീതം തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആ 10 കർഷകരെ 10 പഞ്ചായത്തുകൾ ചേർന്ന 100 കർഷകരെ വീതം തിരഞ്ഞെടുത്തുകൊണ്ട് FPO ഗ്രൂപ്പും കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷിഭവൻ്റെയും സ്പൈസസ് ബോർഡിൻ്റെയും ഒക്കെ സേവനങ്ങൾ സമയബന്ധിതമായി കർഷകർക്ക് ലഭിക്കാറുണ്ടോ? അതിനകത്ത് നിങ്ങളുടെ സംഘടന ഇടപെടാറുണ്ടോ? നേരത്തെയൊക്കെ കൃഷിഭവനിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും തന്നെ കർഷകർക്ക് എത്തുന്നില്ലെന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കൃഷിഭവനിൽ നിന്ന് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ FIG വഴി നല്ല രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. കാർഷിക വിളകൾക്ക് ഏതൊക്കെ തരം വളങ്ങളും കീടനാശിനികളാണ് ഉപയോഗിക്കാറുള്ളത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഏലത്തിന് പൊതുവെ നമ്മൾ ജൈവ രീതിയിലുള്ള കൃഷി ഇവിടെ വിജയിച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് കീടനാശിനിയും പ്രയോഗിച്ചെങ്കിൽ മാത്രമേ തണ്ടുതുരപ്പം പോലെയുള്ള അവസ്ഥകൾ മാറുന്നുള്ളൂ. പിന്നെ പച്ചക്കറി കൃഷിക്ക് നമ്മൾ കൂടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിക്ക് ജൈവവളവും ജൈവ കീടനാശിനിയും തന്നെയാണ് ബെറ്റർ. ഇവിടെ ഏലം കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗബാധകൾ എന്തൊക്കെയാണ്? അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഏലം കൃഷിയെ പൊതുവെ ബാധിക്കുന്ന കീടങ്ങളെന്ന് പറയുന്നത് തണ്ടുതുരപ്പനാണ്. പിന്നെ തണ്ടുതുരപ്പനും ഉണ്ട്, വേരുപുഴു പോലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ പ്രതിവിധിയായിട്ടുള്ള മരുന്നുകൾ നിലവിലുണ്ട്. ജല ദൗർലഭ്യമുള്ള ഒരു പ്രദേശമാണല്ലോ ഈ കരുണാപുരം പഞ്ചായത്ത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ഏലം കൃഷിയുടെ പരിചരണം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടോ? 3 വർഷക്കാലമായിട്ട് തീരെ വെള്ളമില്ലായിരുന്ന ഒരു സ്ഥലവും മഴ നിഴൽ പ്രദേശവുമായിരുന്നു കരുണാപുരം ഗ്രാമപഞ്ചായത്ത്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അനുയോജ്യമായ കാലാവസ്ഥ വരുന്നുണ്ട് കർഷകർക്ക്. അതുകൊണ്ട് തന്നെ കൃഷിയിൽ പുരോഗമനം ഉണ്ടായിട്ടുമുണ്ട്. ജലസേചന മാർഗങ്ങൾ എന്തൊക്കെയാണ്? പുഴയിൽ നിന്നുള്ള വെള്ളമാണോ ഉപയോഗിക്കുന്നത്? കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളമാണോ കൃഷിക്കായി ഉപയോഗിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. നിലവിൽ എനിക്ക് 2 കുഴൽക്കിണറാണ് ഉള്ളത്. അതിൽ ഇതുവരെ വെള്ളം വറ്റിയിട്ടില്ല. ആ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിച്ചാണ് വേനൽക്കാലത്ത് ഒരു 3 മാസത്തോളം ഏലത്തിനും മറ്റ് പച്ചക്കറികൾക്കും ഇടവിളയ്ക്കും എല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കുന്ന ഒരു ഫലം ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ശരിയായ കാര്യം തന്നെയാണ്. കുഴൽക്കിണറിലെ വെള്ളം സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ട് തന്നെ അത് കൃഷി നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് ആദായം കിട്ടുന്ന രീതിയിലുള്ള ആ വെള്ളം പ്രയോഗം നടത്താൻ കഴിയില്ല. ജൈവ വളത്തിനായിട്ട് കാലി വളർത്തൽ പോലുള്ള രീതികളും അവലംബിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ കാലി വളർത്തൽ? എത്ര പശുക്കളുണ്ട്? ആട്? നിലവിൽ ഒരു പശുവാണ് എനിക്കുള്ളത്. 2-3 ആടുകൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം വിറ്റു. ഇപ്പം നിലവിലൊരു പശുവാണുള്ളത്. ചാണകത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് അത് നിലനിർത്തി കൊണ്ടുപോകുന്നത്. കാലി വളർത്തൽ യഥാർത്ഥത്തിൽ ലാഭകരമല്ല. പക്ഷേ കൃഷി ഉള്ളിടത്തോളം കാലം പശുവിൻ്റെ ചാണകം കിട്ടുന്നത് കൊണ്ട് നമുക്ക് വളമിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാലി വളർത്തൽ ലാഭകരമല്ല എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ്? മുൻപ് ധാരാളം പശുക്കളെ വളർത്തിയിരുന്ന കർഷകരുള്ള ഒരു മേഖലയായിരുന്നു കരുണാപുരം, തൂക്കുപാലം, കമ്പംമെട്ട് മേഖല. ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് ലാഭകരമല്ല എന്ന് താങ്കൾ പറയേണ്ട കാരണം? അന്നൊക്കെ പശുക്കൾക്ക് ധാരാളം പുല്ല് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ചെത്തിക്കൊടുക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കാലി സ്ഥലം പോലും ഏലം നട്ട് പിടിപ്പിച്ചുകൊണ്ട് അവിടെ കീടനാശിനി പ്രയോഗം നടത്തുന്നതുകൊണ്ട് തന്നെ പുല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പശുവിന് കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് കച്ചി പോലുള്ള കാര്യങ്ങൾ മേടിച്ച് പശുവിനെ വളർത്തുന്നത് ലാഭകരമല്ല. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് വെറും 6 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് തമിഴ്നാടിനെ ഏതെങ്കിലും തരത്തിൽ ആശ്രയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന് വിത്ത് വാങ്ങാൻ അല്ലെങ്കിൽ വളം, അത് ഉപയോഗിക്കാറുണ്ടോ? ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താറുണ്ടോ? യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് സീഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല രീതിയിലുള്ള വിത്തുകൾ, ഹൈബ്രിഡ് പോലുള്ള വിത്തുകൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി, തേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കഴിയും. ആ വിത്തുകൾ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യും. നമ്മുടെ കൃഷിയിൽ പെട്ടെന്ന് തന്നെ അത് വിത്ത് മുളച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഫലവത്തായ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട് അതിനകത്ത്. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിലെയും താങ്കളുടെ ഉൾപ്പെടുന്ന കരുണാപുരം പഞ്ചായത്തിലേക്ക് ഒരു കാർഷിക രീതികൾ തിരിച്ചറിഞ്ഞ ഒരാളാണല്ലോ. അത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? അവിടുത്തെ കാർഷിക രീതികളും അതുപോലെ തന്നെ ഇവിടെയും കർഷകർക്ക് ഏതാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ള? അവിടുത്തെ കർഷകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന്. തമിഴ്നാട്ടിലെ പോലെയല്ല, നമ്മുടെ കേരളത്തിലെ ഇവിടെ ഹൈറേഞ്ചിലെ തന്നെ കൃഷി രീതിയിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരേ കൃഷി മാത്രമാണ് അവർ നടത്തുന്നത്. ഉദാഹരണത്തിന് ചോളമാണെങ്കിൽ ആ 1 ഏക്കറിനകത്ത് ഫുള്ളായിട്ട് അവർ ചോളം നടും. അങ്ങനെ സമ്മിശ്ര കൃഷിയല്ല അവിടെ നടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മിശ്ര കൃഷിയാണ് നടത്തുന്നത്. ഉദാഹരണത്തിന് ഏലത്തിൻ്റെ ഇടയ്ക്ക് കുരുമുളക് ഉണ്ടാവും. കുരുമുളകിൻ്റെ കൂടെ തന്നെ വാഴയും മറ്റ് ചേന, ചേമ്പ് മുതലായ കാര്യങ്ങളെല്ലാം നടാൻ നമുക്ക് പറ്റും. പക്ഷേ അത് അവിടെ അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഏലവും കുരുമുളകും പോലുള്ള നാണ്യവിളകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള കൃഷി രീതികൾ പിന്തുടരുമ്പോൾ ഈ വിപണി ഒരു പ്രശ്നമായി ബാധിക്കാറുണ്ടോ? ഈ തൂക്കുവാരം പോലുള്ള സ്ഥലങ്ങളിൽ മുൻപ് ഗ്രാമീണ ചന്തകൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചന്തകളിൽ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? നമുക്ക് നിലവിൽ നമ്മുടെ പറമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് നേരത്തെ മുൻപ് പ്രയാസമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന മാർക്കറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഉദാഹരണത്തിന് കരുണാപുരം പഞ്ചായത്തിൻ്റെ കീഴിൽ ഇക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് തൂക്കുവാരത്തിൽ ഇക്കോ ഷോപ്പിലേക്കാണ് കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ എൻ്റെ പറമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന മുഴുവൻ സാധനങ്ങളും ഇക്കോ ഷോപ്പ് വഴിയായിരുന്നു ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. അത് പൂർണ്ണമായിട്ടും ജൈവമായതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതുമാണ്. ഇപ്പോൾ നിലവിൽ വിപണിയെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വിപണി നിലവിലുണ്ട്. ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതൽ ലഭിക്കാറുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? നിലവിലിപ്പോൾ അങ്ങനെയില്ല. ജൈവമാണെങ്കിലും ജൈവം അല്ലാത്തതാണെങ്കിലും നിലവിൽ ഒരേ വിലയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾക്കും കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറിക്കും ഒരേ വിലയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കർഷകർക്ക് നേട്ടമില്ലാതായി പോകും. 2014 മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയ ഒരാളാണല്ലോ താങ്കൾ. ഇപ്പോൾ യുവാക്കൾ ഈ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് വരാത്തതിനൊരു കാരണം അത് കുറയുന്നതായി തോന്നുന്നുണ്ടോ? നിലവിൽ നമ്മുടെ സാഹചര്യത്തിൽ യുവതലമുറ കൃഷിയിലേക്ക് വരാത്തതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യുവാക്കൾ ഈ രംഗത്തേക്ക് വരികയും ആരോഗ്യരംഗത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ കഴിച്ചുകൊണ്ട് ആരോഗ്യ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കരുണാപുരം മേഖലകളിൽ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് വിദേശിയും സ്വദേശിയുമായ പഴങ്ങൾ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്. താങ്കൾ അത്തരത്തിലുള്ള ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സാധ്യത നിലവിൽ സാധാരണ റംബുട്ടാൻ, പിന്നെ ചെറുനാരകം അങ്ങനെയൊക്കെയുള്ള കൃഷികളല്ലാതെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു കൃഷി ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ FIG ഗ്രൂപ്പിൽപ്പെട്ട ഞങ്ങളുടെ പ്രസിഡൻ്റായ അശോകൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വെളിയിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ. താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? എന്തൊക്കെയാണ് അവരുടെ ജോലി? അതോടൊപ്പം തന്നെ താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ അവർ എത്രത്തോളം സഹായകരമാകാറുണ്ട്? ഞാനും ഭാര്യയും 2 മക്കളുമാണുള്ളത്. അതിൽ മൂത്ത മകൻ BCA ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒരു മകളാണ് +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കർഷക ഉൽപ്പന്നങ്ങൾ തന്നെ വിൽക്കുന്നതിനായിട്ട് വീടിനോട് ചേർന്ന് തന്നെ ഒരു കട ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പലചരക്കിടയായിട്ടാണ് തുടങ്ങിയതെങ്കിലും എല്ലാത്തരം പച്ചക്കറികളും ജൈവ പച്ചക്കറികളും ആ കടയിൽ നിന്ന് ഞങ്ങൾ വിൽക്കുന്നുമുണ്ട്.
ഈ കടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടോ? താങ്കളുടെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പന നടത്തുന്നുണ്ടോ? അതിനുള്ള സാധ്യത തേടിയിട്ടുണ്ടോ? ഞങ്ങൾ ഓരോ സമയത്തും ഓരോ കർഷക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വറുത്തും പൊടിച്ചുമൊക്കെ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് ഏത്തക്കൊലയുടെ ആ സീസൺ വരുമ്പോൾ ഞങ്ങളത് ചിപ്സ് രൂപത്തിൽ തന്നെ ഞങ്ങൾ പാക്കറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കുടുംബശ്രീ വഴി ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് മറ്റ് കാർഷിക വിളകൾ വിൽക്കുന്നതിനേക്കാൾ ലാഭകരമാണോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുന്നത്? തീർച്ചയായിട്ടും ലാഭകരമാണ്. വില കൂടുതലും നമുക്ക് കിട്ടും. കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഏത്തവാഴയുടെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും വിളകൾ ഇങ്ങനെ ഇത്തരത്തിൽ ഡ്രൈ ഫ്രൂട്ട്സായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിൽപ്പന നടത്താറുണ്ടോ? നിലവിൽ അങ്ങനെയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് FIG ഗ്രൂപ്പിൽ ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവരവരുടെ ഉൽപ്പന്നങ്ങൾ ഗ്രൂപ്പുമായി ആലോചിച്ചുകൊണ്ട് ഇതുപോലെ സംരംഭം തുടങ്ങാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. താങ്കളുടെ ഈ FIG ഗ്രൂപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും അതോടൊപ്പം തന്നെ കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത്? ഞങ്ങളുടെ ഓരോ മീറ്റിങ്ങിലും കൃഷി ഓഫീസറാണ് വന്ന് പങ്കെടുക്കാറുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്കിൽ നിന്നും കൃഷി ഓഫീസർ വന്ന് പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടാറുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടോ? ഈ കൃഷി വകുപ്പ് മുൻകൈയെടുത്തുള്ള പരിശീലന പരിപാടികളിൽ താങ്കളുടെ ഗ്രൂപ്പും താങ്കളും പങ്കെടുക്കാറുണ്ടോ? തുടങ്ങിയിട്ട് 1 വർഷമായതേ ഉള്ളൂ. ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ പഠന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധ്യതയുണ്ട്. താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. നമസ്കാരം. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ബാലഗ്രാമിലെ കർഷകനായ ശ്രീ അബ്ദുൾ റഹ്മാനുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ER അനുരാജ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. ഏലത്തോട്ടങ്ങളെ വേനൽ ചൂടിൽ നിന്നും സംരക്ഷിക്കാൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ P. സുശീലയുടെ ലേഖനത്തിൽ നിന്ന്. ഏലത്തിന് നമ്മുടെ നിത്യജീവിതത്തിലുള്ള സ്ഥാനം എടുത്തു പറയേണ്ടതില്ല. കുരുമുളക് കഴിഞ്ഞാൽ ഏലമാണ് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്റർ മുതൽ 1300 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലഞ്ചെരിവുകളിലാണ് ഏലകൃഷി വ്യാപകമായിട്ടുള്ളത്. ഇന്ത്യയിലെ ഏലത്തോട്ടങ്ങളിൽ ഏകദേശം 53% കേരളത്തിലാണ്. ഏലത്തോട്ടങ്ങളുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നല്ല മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ജനുവരി മുതൽ ജൂൺ വരെയുള്ള വരൾച്ച ഏലത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വളരെയധികം കുറയ്ക്കുകയും ചിലപ്പോൾ ചെടികൾ തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. കേരളത്തിൽ 90% മഴയും മെയ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ലഭിക്കുന്നത്. വ്യാപകമായ വനനശീകരണവും ശക്തിയായ കാറ്റും മൂലം കുന്നിൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏലത്തോട്ടങ്ങളിൽ വേനൽക്കാലത്ത് ജലാംശം വളരെ കുറവായിരിക്കും. മഴ പെയ്തൊഴിയുന്നതിന് തൊട്ടു പിന്നാലെ ഏലത്തോട്ടങ്ങളിലെ അരുവികളും കുളങ്ങളും കിണറുകളും വറ്റി വരണ്ടു പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. ശരിയായ ആസൂത്രണമുണ്ടെങ്കിൽ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ഏലത്തോട്ടത്തിൻ്റെ ഭൂപ്രകൃതി നല്ലതുപോലെ നിരീക്ഷിച്ച് അനുയോജ്യമായ സ്ഥലങ്ങളിൽ അടിയണയോ തടയണയോ നിർമ്മിച്ചാൽ തോട്ടങ്ങളിലെ കുളങ്ങളിലും കിണറുകളിലും ഒരു പരിധിവരെ വേനൽക്കാലത്തും വെള്ളം ലഭ്യമാക്കാൻ കഴിയും. തടയണകൾ കരിങ്കല്ല് കൊണ്ടോ ഇഷ്ടിക കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിക്കാവുന്നതാണ്. പാറക്കെട്ടുകൾക്കിടയിലുള്ള താഴ്വരയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് വേണം തടയണ നിർമ്മിക്കാൻ. താഴ്വരയുടെ വീതി, ഭൂമിക്കടിയിൽ പാറ അല്ലെങ്കിൽ കട്ടിയുള്ള കളിമണ്ണ് എന്നിവയുടെ ലഭ്യത, ജലപ്രവാഹത്തിൻ്റെ ശക്തി എന്നിവയെ ആസ്പദമാക്കി തടയണകൾക്ക് 3 മുതൽ 10 മീറ്റർ വരെ ഉയരവും 10 മുതൽ 30 മീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കണം. ഇത്തരം തടയണകൾക്ക് 5000 മുതൽ 50,000 ഘനമീറ്റർ വരെ ജലം ശേഖരിക്കുവാൻ കഴിയും. വർഷം മുഴുവൻ വെള്ളമൊഴുകുന്ന അരുവികളിൽ ബണ്ടുകൾ നിർമ്മിച്ച് വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കുളങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിട്ട് വേനൽക്കാലത്തേക്ക് ജലം സംഭരിക്കാം. ഏലത്തിൻ്റെ വേരുപടലങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 25 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ നിന്നും മാത്രമേ ജലവും ധാതു ലവണങ്ങളും വലിച്ചെടുക്കുകയുള്ളൂ.
അതിനാൽ അന്തരീക്ഷത്തിലും മണ്ണിലുമുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഏലത്തിൻ്റെ വളർച്ചയെയും ഉൽപ്പാദനക്ഷമതയെയും കാര്യമായി ബാധിക്കും. ഏലത്തോട്ടങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തുലാവർഷം ലഭിക്കുന്നുണ്ട്. ഡിസംബർ മാസത്തിലും വളരെ കുറച്ച് മഴ ലഭിക്കും. എന്നാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മഴയൊന്നും ലഭിക്കുന്നില്ല. പ്രായപൂർത്തിയായ ഏലച്ചെടികളിൽ ജനുവരി മാസത്തിലാണ് ശരങ്ങളുണ്ടാകാൻ തുടങ്ങുന്നത്. ഏലത്തിൻ്റെ ഉൽപ്പാദനക്ഷമത പൂങ്കുലം ഉണ്ടായി പൂർണ്ണ വളർച്ചയെത്തുന്നത് വരെയുള്ള 6 മുതൽ 7 വരെയുള്ള മാസങ്ങളിലെ, അതായത് ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള മഴയെയാണ് കാര്യമായി ആശ്രയിച്ചിരിക്കുന്നത്. തുലാവർഷത്തിൻ്റെ അവസാന സമയങ്ങളിലെ മഴയും വേനൽ മഴയും ഏലത്തിൻ്റെ വളർച്ചയെയും ഉൽപ്പാദനക്ഷമതയെയും വളരെയധികം സ്വാധീനിക്കുന്നു. 1992-93 വരൾച്ചയിൽ കേരളത്തിലെ പല ഏലത്തോട്ടങ്ങളിലെയും 50% ഏലച്ചെടികൾ നശിക്കാനിടയായി. മഴയെ മാത്രം ആശ്രയിച്ച് ഏലകൃഷി ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതിനാൽ മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം വേണ്ട വിധം ശേഖരിക്കാനും ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏലത്തിൻ്റെ അഴുകിയതും പഴുത്തതും രോഗാണുബാധയുള്ളതുമായ ഇലകൾ വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും, അതായത് കാലവർഷത്തിൻ്റെ തൊട്ടു മുൻപും പിൻപും ജലസേചനത്തിൻ്റെ തൊട്ടു മുൻപും അടർത്തി മാറ്റണം. എന്നാൽ വരൾച്ചയുള്ള സമയത്ത് രോഗാണുബാധയില്ലാത്ത ഉണങ്ങിയ ഇലകൾ ചെടികളിൽ തന്നെ നിർത്തുന്നതാണ് ഉത്തമം. അതേസമയം രോഗാണുബാധയുള്ളതും പഴുത്തു തുടങ്ങിയതുമായ ഇലകൾ അടർത്തി മാറ്റണം. ഇത് ചെടികളിൽ ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം കുറയ്ക്കും. മിക്ക കളകളും ഏലത്തെ പോലെ തന്നെ വളരെ കുറഞ്ഞ ആഴത്തിൽ നിന്നും വെള്ളവും പോഷകാഹാരങ്ങളും വലിച്ചെടുക്കുന്നതിനാൽ ഇവയും ഏലച്ചെടികളും തമ്മിൽ മണ്ണിലെ മൂലകങ്ങൾക്കും ജലത്തിനും വേണ്ടി മത്സരിക്കാനിടയാകും. ഇത് ഏലത്തിൻ്റെ വളർച്ചയെയും ഉൽപ്പാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും. അതിനാൽ കൊല്ലത്തിൽ 2-3 തവണയെങ്കിലും കള പറിക്കാൻ ശ്രദ്ധിക്കണം. കളകൾ കുറച്ച് ഉണങ്ങിയതിന് ശേഷമോ മമ്മട്ടി കൊണ്ട് ചതച്ചോ ഏലച്ചെടികൾ പുതയിടാൻ ഉപയോഗിക്കാം. മഴക്കാലം മുതൽ ഏലച്ചെടിക്ക് ചുറ്റുമുള്ള 75 സെൻറ്റിമീറ്റർ വ്യാസാർദ്ധമുള്ള മേൽമണ്ണ് ചെത്തിയെടുത്ത് ചെടിക്ക് ചുറ്റും ഇട്ടുകൊടുത്താൽ അത് ഒരു പുതയായി വർത്തിക്കുക മാത്രമല്ല, മഴത്തുള്ളിയുടെ ആഘാതത്തിൽ മണ്ണിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വേര് പടലങ്ങളെ മൂടുകയും മണ്ണിലെ ജലാംശം നിലനിർത്തുകയും വേരുമണ്ഡലത്തിലെ വളക്കൂറ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചെടികളുടെ പച്ചയോ ഉണങ്ങിയതോ ആയ ഇലകൾ, മറ്റ് വൃക്ഷാവശിഷ്ടങ്ങൾ, ചകിരിച്ചോറ്, വൈക്കോൽ, നെല്ലിൻ്റെ പതിര്, ചമ്മട്ടി കൊണ്ട് ചതച്ച കളകൾ, അറക്കപ്പൊടി തുടങ്ങിയവ ഉപയോഗിച്ച് വേനൽക്കാലത്തും മഞ്ഞുകാലത്തും പുതയിടുന്നത് നല്ലതാണ്. ഇത് മണ്ണിലെ ജലാംശം നിലനിർത്തുന്നതിനും മണ്ണിലെ താപനില 1.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കുന്നതിനും മണ്ണിൽ ഒരേ താപനില നിലനിർത്തുന്നതിനും സഹായിക്കും. ഇതിനു പുറമെ കളകളുടെ വളർച്ച തടയുകയും മണ്ണിൽ ജൈവാംശത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനും ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനും സഹായകമാണിത്. കുന്നും മലകളും നിറഞ്ഞ സ്ഥലങ്ങളിൽ ഏലം കൃഷി ചെയ്യുന്നതിനാൽ മണ്ണ് ജലസംരക്ഷണത്തിനായി ചില ഉപാധികൾ സ്വീകരിച്ചേ മതിയാകൂ. മലമ്പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴയുടെ ഭൂരിഭാഗവും ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഊർന്നിറങ്ങി പോകുന്നതിനുള്ള മാർഗങ്ങൾ അനുവർത്തിക്കണം. 7% കൂടുതൽ ചെരിവുള്ള സ്ഥലങ്ങളെ തട്ടുകളായി തിരിക്കണം. ഇങ്ങനെ തിരിച്ച തട്ടുകൾക്ക് കാർഷിക അവശിഷ്ടങ്ങൾ കൊണ്ടോ രാമച്ചം മുതലായ ഔഷധ ചെടികൾ ഉപയോഗിച്ചോ കരിങ്കൽ പാകിയ മതിലുകൾ കൊണ്ടോ ബണ്ടുകൾ നിർമ്മിക്കണം. വെള്ളത്തിൻ്റെ ശക്തിയായ ഒഴുക്കിനെ തടയാൻ ഇത് സഹായിക്കും. ഭൂമിയുടെ ചരിവും മഴയുടെ ലഭ്യതയും കൂടുതലാണെങ്കിൽ ബണ്ടുകളും കിടങ്ങുകളും നിർമ്മിക്കണം. കിടങ്ങുകളിലൂടെ ഒഴുകുന്ന ജലം സസ്യാവൃതമായ കയ്യാലകളിലൂടെ സംരക്ഷിതമായി കുളങ്ങളിലേക്ക് ഒഴുക്കിവിടാം. ഇത്തരം ജലസംരക്ഷണ മാർഗങ്ങൾ മഴവെള്ളത്തെ പിടിച്ചു നിർത്താനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും സഹായിക്കും. ജലസേചനം ചെയ്ത് വളർത്തുന്ന ഏലത്തിൻ്റെ ഉൽപ്പാദനക്ഷമത 2 ഇരട്ടിയിലധികം വർദ്ധിക്കുന്നതായി പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഏലത്തോട്ടങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മഴയൊന്നും ലഭിക്കുകയില്ല. ശരിയായി പുതയിടലും മറ്റ് സംരക്ഷണ മാർഗങ്ങളും വഴി ജനുവരി 2ാം ആഴ്ച വരെ മണ്ണിൽ ജലാംശം നിലനിർത്താൻ കഴിയും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഏലത്തിന് ജലസേചനം നൽകണമെന്നില്ല. ഈ കാലയളവിൽ മണ്ണിലുണ്ടാകുന്ന ജലാംശത്തിൻ്റെ കുറവ് ഒരു പരിധിവരെ ഏലത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ച മുതൽ ജലസേചനം നടത്തുന്നതാണ് അഭികാമ്യം. ചില കർഷകർ ഉള്ള ജലം ഉപയോഗിച്ച് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ജലസേചനം നടത്തുകയും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നനയ്ക്കാൻ ജലം ഇല്ലാത്തതിനാൽ ജലസേചനം നടത്താതിരിക്കുകയും ചെയ്യും. ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഏലത്തിന് സ്പ്രിംഗ്ലർ ജലസേചനമാണ് ഏറ്റവും ഉത്തമമെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഏലം മലമ്പ്രദേശത്ത് കൃഷി ചെയ്യുന്നതിനാൽ ഉപരിതല ജലസേചനം ചെയ്യണമെങ്കിൽ നിലമൊരുക്കുന്നതിന് വലിയ മുതൽമുടക്ക് ആവശ്യമായി വരും. സ്പ്രിംഗ്ലർ ജലസേചനത്തിന്
വലിയ നിലമൊരുക്കലിൻ്റെ ആവശ്യമില്ല. ഈ ജലസേചന രീതി മണ്ണിലും അന്തരീക്ഷത്തിലും ഒരുപോലെ ഈർപ്പം പ്രദാനം ചെയ്യുന്നു. ഇത് ഏലത്തിന് നല്ല വളർച്ചയും ഉൽപ്പാദനക്ഷമതയും ഉറപ്പുവരുത്തുന്നു. ഡ്രിപ്പ് ഇറിഗേഷനേക്കാൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൂടുതൽ വിളവ് തരുന്നുണ്ട്. എന്നാൽ ഡ്രിപ്പ് ഇറിഗേഷനിൽ രാസവളം വെള്ളത്തോടൊപ്പം ചെടികളുടെ വേരുമണ്ഡലത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഒരു ഏലക്കൂട്ടത്തിന് 2 ട്രിപ്പറുകൾ ഘടിപ്പിക്കണം. ട്രിപ്പറുകളിൽ കൂടി ഒരു ഏലക്കൂട്ടത്തിന് 4 മുതൽ 8 ലിറ്റർ വെള്ളം ദിവസേന കൊടുക്കണം. സ്പ്രിംഗ്ലർ ജലസേചനമാണെങ്കിൽ 10 മുതൽ 15 ലിറ്റർ വെള്ളമാണ് നൽകേണ്ടത്. ഉപരിതല ജലസേചനമാണ് നൽകുന്നതെങ്കിൽ ഏലത്തിന് ഒരു ദിവസം 20 ലിറ്റർ ജലം നൽകണം. ഏലത്തോട്ടങ്ങളിൽ സ്പ്രിംഗ്ലർ സ്ഥാപിക്കുമ്പോൾ തണൽ മരങ്ങളുടെ ശാഖകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 മീറ്റർ ഉയരത്തിൽ വെച്ച് മുറിച്ച് കളയണം. വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ലഭിക്കാൻ വേണ്ടിയാണിത്. അതല്ലെങ്കിൽ വെള്ളം മരത്തിൻ്റെ ശാഖകളിൽ തട്ടി നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ശാഖകൾ മുറിച്ചു മാറ്റുമ്പോൾ ഏലച്ചെടിക്ക് 50% തണൽ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഏലത്തിന് ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും 50% മാത്രം സൂര്യരശ്മി കടത്തിവിടുന്ന രീതിയിൽ വൃക്ഷങ്ങളുടെ ഇലകളാൽ ആവൃതമായ തട്ടും ആവശ്യമാണ്. സൂര്യരശ്മി നേരിട്ട് പതിക്കുന്നത് ഏലച്ചെടികൾക്ക് ഒട്ടും നല്ലതല്ല. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. भैया रे भैया, भैया